ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ടൂൾ എന്ന ഒരു ലോ കോഡ് ടൂളാണ്. ലോഡ് ഓഫ് ടൂൾസ് ഇവിടെ നോ കോഡ് ആൻഡ് ലോ കോഡ്. ലോ കോഡ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും കോഡിങ് അവോയ്ഡ് ചെയ്യുന്ന ടൂൾസ് അല്ല. നമ്മൾ കോഡിങ് വളരെ മിനിമലായിട്ട് മാത്രം യൂസ് ചെയ്ത് നമുക്ക് വേണ്ട ഡാഷ്ബോർഡ്സ് അല്ലെങ്കിൽ ചെറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നിർമ്മിക്കാം. വെബ് ആപ്ലിക്കേഷൻ ആവാം, മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം, ഇവൻ സ്മാൾ ഇതിലുള്ള അനാലിറ്റിക്സ് ഡാഷ്ബോർഡ്സ് ആവാം. അങ്ങനെയൊക്കെ ചെയ്യാം. അതുമായിട്ട് ചാറ്റ് ബോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു ടൂളാണ് റീടൂൾ. RETOOL റീടൂൾ. റീടൂൾ വെച്ചിട്ട് ഒരു ഷോപ്പിന്റെ ഒരു ബേസിക്കലി ഒരു ബിയർ ആൻഡ് വൈൻ ഷോപ്പിന്റെ ഡേറ്റ അനാലിസിസ് എങ്ങനെ ചെയ്യാം എന്നതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതിനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ഡേറ്റ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ബാക്ക് ടു ഫാമിലേക്ക് പോവുകയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡേറ്റാബേസ് കാണാം. ഇതിൽ ഇൻവെന്ററി ഡേറ്റ, അതാണ് എൻ്റെ ഡേറ്റ. ഇൻവെന്ററി കുറേ ഡേറ്റ ഉണ്ട്. ഇൻവെന്ററി ഡേറ്റ, PQ ഡേറ്റ. ഈ ഡേറ്റയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് ഫുൾ ഡേറ്റ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഫ്രം CSV എന്നൊരു ഓപ്ഷൻ ഉണ്ട്. CSV ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫോൾഡർ സ്വാമി എന്നൊരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡറിൽ പിക്യൂലിക്കേസ് എന്നൊരു ലിക്കർ സ്റ്റോറിലെ ഡേറ്റയാണ് ഉള്ളത്. എനിക്ക് ഈ ഡേറ്റ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വെണ്ടർ ഇൻഫോ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ ഫീൽഡ്സ് എല്ലാം ലിസ്റ്റ് ചെയ്തു. എനിക്ക് ഏതൊക്കെ ഫീൽഡ് വേണം എന്ന് കൊടുക്കാവും. ലാസ്റ്റ് ഫീൽഡില്ല പറഞ്ഞു ക്രിയേറ്റ് ടേബിൾ. അപ്പോൾ ഈ ടേബിൾ ഇവിടെ വന്നു. ഇനി ഈ ടേബിളിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം, അതൊക്കെ എനിക്ക് ചെയ്യാക്കും. അതിനെ ബേസ് ചെയ്ത് ഉള്ള ടേബിൾസ്, ചാർട്ട്സ്, ഇവൻ ചാറ്റ് ബോട്ട് വരെ എനിക്ക് ചെയ്യാക്കും. ഓൾസോ ഇൻസൈഡ് ജനറേഷൻ, ഫിൽട്ടറിങ് ഓപ്ഷൻസ്, ഇതെല്ലാം തന്നെ ഈ ടേബിളിൽ ബേസ് ചെയ്തിട്ട് ചെയ്യാക്കും. അതായത് ഒരു എക്സൽ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്യാം. അതിന് മോഡായിട്ട് ഉള്ള കാര്യങ്ങളും ചെയ്യാക്കും. എക്സൽ ഉപയോഗിക്കുന്ന ഫിൽട്ടറിങ് എല്ലാം തന്നെ ഒരു ഡാഷ്ബോർഡ് വഴി ഫിൽട്ടർ ചെയ്യാം. അതായത് പവർ BIയുടെ ഫീച്ചറുകൾ എല്ലാം തന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. രണ്ടാമെന്ന് വെച്ചാൽ SQL ഉപയോഗിച്ച് ചെയ്യാം. SQL ക്വറീസ് ആണ് കൂടുതലായിട്ട്. SQL ക്വറീസ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. ഞാൻ ഇനി ചെയ്തൊരു ആപ്ലിക്കേഷൻ പോകാം. ബാക്ക് റിസോഴ്സസ് പോയി അവിടെ വന്നിട്ട് ആപ്സ്, എനിക്ക് കുറെ ആപ്സ് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് PQ ന്യൂ എന്നൊരു ആപ്പ് എടുത്തു. അതിന് എഡിറ്റിംഗ് മോഡിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ സോഴ്സ് കാണാം. അപ്പോൾ ഇതൊരു ഡേറ്റ പോപ്പുലേറ്റ് വെച്ചിരിക്കുന്നതാണ്. എൻ്റെ കോഡ് നോക്കണമെങ്കിൽ ഇവിടെ കോഡിൽ ക്ലിക്ക് ചെയ്യാതെ ഇത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് കുറെ കോഡുകൾ വെച്ചാണ് ഈ ഓരോ ടേബിൾ ജനറേറ്റ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൊറി ടു സെയിൽസ് എന്ന് കാണാം. ബാറും ഈ ചാർട്ട് പറഞ്ഞിട്ട് കൊറി ടു സെയിൽസ് എന്ന സെയിൽസ് വെച്ചിട്ടാണ്
സോറി, അത് അതിൻ്റെ പേരാണ് കൊറി 2. ഇതാണ് ഡേറ്റ സോഴ്സ്. ഞാനത് മാറ്റി കൊറി 1 ആക്കി കഴിഞ്ഞാൽ ആ ഗ്രാഫ് മാറും. കൊറി 1 എന്ന് വെച്ചാൽ ഇവിടെ നോക്കാം. എല്ലാ ഡേറ്റയും ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു കൊറി ആയിരുന്നു അത്. അതുകൊണ്ടാണ് എല്ലാ ഡിസ്ക്രിപ്ഷൻ എല്ലാ ഡേറ്റയും വന്നിരിക്കുന്നത്. അത് ആദ്യത്തെ 100 ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ വന്നു. ഞാനത് മാറ്റി കൊറി 2ലേക്ക് പോയി. അപ്പോൾ കാണാം അത് മാറിയിരിക്കുന്നു. കൊറി 2 എന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എനിക്കറിയാം കൊറി 2 ഇതാണ്. കൊറി 2 എന്ന് വെച്ചാൽ ഇൻവെന്ററി എന്ന എൻ്റെ ടേബിൾ ഞാൻ കൂടെ ടേബിൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവിടെ ആൾറെഡി ഇൻവെന്ററി ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിൽ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻസ്, ബ്രാൻഡ്, ടൈപ്പ്, സൈസ്, സെയിൽസ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള പ്രോഡക്ട്സ് കൊണ്ട് ഡിസെൻഡിങ് ഓർഡറിൽ ഇപ്പോൾ ഇതിനെ ലിസ്റ്റ് ചെയ്ത് തരാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിന് ഡിസ്ക്രിപ്ഷനാണ് ആക്സസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ആക്സസ് മാറ്റാം. ഞാൻ മാറി ഡിസ്ക്രിപ്ഷൻ മാറ്റി ബ്രാൻഡ് ആക്കി. അപ്പം ബ്രാൻഡിന്റെ പേര് വന്നു. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ടൈപ്പ് ആക്കാം. അപ്പോൾ ടൈപ്പ് വിസ്കി, ബിയർ, ഏത് ടൈപ്പ് ആണെന്നുള്ള ടൈപ്പ് വേസ് സെയിൽസ് ഉള്ള ഗ്രാഫ് കിട്ടും. കാര്യം മാറുന്നുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബേസ് ഇടാം. അതിനനുസരിച്ചുള്ള ഡേറ്റ കിട്ടുന്നത്. ഇതാണ് ഒരു ഓപ്ഷൻസ്. ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്രാഫ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പൈ ചാർട്ട്സ്, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട് എല്ലാം നമുക്ക് കിട്ടും. ഇതെല്ലാം നമ്മൾ SQL കൂടി ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതേപോലുള്ള ചാർട്ട്സ് കൂടാതെ ഇൻസൈറ്റ്സ് നമുക്ക് ജനറേറ്റ് ആക്കും. ടേബിൾ ഫോർമാറ്റിൽ ഡേറ്റ ഒക്കെ ആക്കും. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ പൈ ചാർട്ട്സ് ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഇതൊക്കെയാണ്. നമുക്ക് ഇത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റ സോഴ്സ് ക്ലിക്ക് ചെയ്തു അതിനകത്ത് ഇത് പറയുന്നത് ഈ കൊറിയാണ്. ഫെയർബാൾ എന്ന കൊറിയുണ്ട്. ആ കൊറിയ ബേസ് ചെയ്താണ് ഈ ചാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഫെയർബാൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫെയർബാൾ ഇതൊരു ബ്രാൻഡാണെന്ന് ഒരു ഫുൾ ബ്രാൻഡ് ഫെയർബാൾ ആയിട്ടുള്ള സെയിൽസ് ഡീറ്റെയിൽസ് ആണ് എടുത്തിരിക്കുന്നത്. ഓരോ മന്ത്ലി സെയിൽസ് അഗ്രിഗേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാർട്ടാണ് വരച്ചിരിക്കുന്നത്. അതിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൈസ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ സൈസിനെ ബേസ് ചെയ്തിട്ട് ടോട്ടൽ ട്രാൻസാക്ഷൻ ഫെയർബാളിൻ്റെ ഓരോ സൈസ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ മാറ്റി ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ വിസ്കി മാത്രമേ ഉള്ളൂ. ഫെയർബാളിന് അത് അതിനുമായിട്ട് കിട്ടില്ല. സൈസ് എടുക്കുമ്പോൾ ആ വിസ്കിൽ തന്നെ പല സൈസിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അതിൻ്റെ ഒരു ചാർട്ട് ഇത് വരച്ച് തരും. ഞാനിവിടെ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ടേബിൾ കിട്ടുന്നതായിരിക്കും. ഈ ടേബിളിനെ ബേസ് ചെയ്ത് എല്ലാം വിസ്കിയാണ്. ഫയർബാൾ ബ്രാൻഡിൽ പ്രൊഡ്യൂസ് എല്ലാം വിസ്കിയാണ്. അതിൻ്റെ പല സൈസുള്ള സാധനമുണ്ട്. അതുകൊണ്ട് പല സൈസിൽ ഉള്ള സാധനങ്ങളെ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു ഗ്രാഫിലേക്ക് മാറാക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്
ഒരു ടേബിൾ. ഈ ടേബിളിന്റെ ഇൻസൈറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടേബിളാണ്. ഓരോ ഡിസ്ക്രിപ്ഷൻ, ബ്രാൻഡ്, ടൈപ്പ്, അത് സൈസ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻസൈറ്റ്സും അതിൻ്റെ മീഡിയൻ, ടോട്ടൽ ആവറേജ് സെയിൽസ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസ്പെക്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഇക്വേഷൻ കാണാം. ഇത് പ്യുവർലി ജാവാസ്ക്രിപ്റ്റ് ഇതാണ്. ഇത് രണ്ട് ഡബിൾ കോട്സിനുള്ളിൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഇക്വേഷൻസ് കൊടുക്കാവുന്നതാണ്. ഇത് കോപ്പറ്റ് ഉപയോഗിച്ചോ ചാറ്റ്ബോട്ട് ഉപയോഗിച്ചോ നമുക്ക് ഇതുള്ള ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. പാരാമീറ്റർ മാത്രം മെസ്സേജ് കൊടുത്താൽ മതി. ഇപ്പം ടേബിൾ ടോളിനെ ബേസ് ചെയ്ത് അടിയിരിക്കുന്ന ടേബിളിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഏത് ഡേറ്റ ആണ് സെയിൽസ് ഡേറ്റ വെച്ചിട്ടുള്ള അതിന്റെ മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാൻ തരാനുള്ള കുറി ജനറേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞാൽ മതി. ഇത് വെച്ച് നമുക്ക് ആവശ്യമായ ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ കാണാം, ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചാറ്റ് ബോട്ട് കഴിഞ്ഞാൽ എല്ലാം ചാറ്റ് വൺ കുറയുമാണ്. അപ്പം ഇത് ചെക്ക് ചെയ്യാൻ ഇവിടെ വന്ന് എല്ലാം ചാറ്റ് വൺ കുറയുമാണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് എല്ലാം ചാറ്റ് വൺ കുറയുമാണ്. ഇതാണ് എല്ലാം ചാറ്റ് വൺ കുറയുമാണ്. അത് ഒരു ജനറേറ്റ് ചാറ്റ് റെസ്പോൺസ് ബേസ്ഡ് ഓൺ ടേബിൾ ടോൾ. അപ്പോൾ ഞാൻ അവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻസർ ദ ക്വറി ബേസ്ഡ് ഓൺ ടേബിൾ ടോൾ ഡേറ്റ LLM ചാറ്റ് വൺ വാല്യൂ. അപ്പോൾ ടോൾബിലുള്ള ഡേറ്റയെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഔട്ട്പുട്ട് തരുന്നത്. LLM ചാറ്റ് മെസ്സേജ് ഹിസ്റ്ററി. അപ്പം പ്രീവിയസ് ചാറ്റിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് ഔട്ട്പുട്ട് തരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ചാറ്റ് ബോട്ട്. ഇതിൽ നമുക്ക് ഫിൽറ്ററിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 100 ഡേറ്റയോളം അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫിൽറ്റർ ചെയ്യാനാണ് ഫിൽറ്ററിങ് ആഡ് എ റൂൾ. ഞാനൊരു ടൈപ്പ് എടുത്തു, ഇൻക്ലൂഡ് വിസ്കി മാത്രം W HISKEY. വിസ്കി മാത്രമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ഞാൻ ബിയർ കൊടുക്കാം, അത് കുറച്ച് ഡാറ്റ കിട്ടും. അപ്പം ബിയർ സംബന്ധിച്ചിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് ഇവിടെ കിട്ടി. ഇനി ഈ ടേബിളിൽ ബിയർ ഡാറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് can you generate insights on beer sale എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തരുന്നു നോക്കാം. അപ്പോൾ ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡ്സ് ലിസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പം അതുപോലെ കുറേ അഡീഷണൽ സെറ്റിംഗ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡ് ബഡ് ഐസ്. നമുക്ക് ബേസിക്കലി കിട്ടുന്ന ഡിപ്രഷൻ എന്നാണ് ഇത് ടോപ്പ് സെല്ലിംഗ് ബഡ് ഐസ് ബ്രാൻഡ്. ബഡ് ഐസ് ആണ് 22 ബ്രാൻഡിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ
തോന്നുന്നു ലൈറ്റ്സ്. ലൈറ്റ് തന്നെ പല ബ്രാൻഡ്സ് ഉണ്ട്. അങ്ങനെ ഓരോന്നിനും സെയിൽസ് പറയുന്നുണ്ട്. പിന്നീട് ബഡ്ഡൈസിന് തന്നെ 25 ounce ക്യാൻസ് അങ്ങനെ 2 തരത്തിലുള്ള സെയിൽസ് പറയുന്നുണ്ട്. അതിൽ തന്നെ വേറൊരു ബ്രാൻഡ് അതിന് അതിൽ കൂടുതൽ പറയുന്നുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആഡ് ഫിൽറ്റർ. അപ്പം കൂടുതൽ ഫിൽറ്റർ ആയിരുന്നെങ്കിൽ ആൻഡ് ബ്രാൻഡ് എന്നുള്ള സാധനം ബൾബ് ബൾബ് ബഡ് ലൈറ്റ് നീ കാണാം. ബഡ് ലൈറ്റ് 25 ounce കുറേ എനിക്ക് തരുന്നതാണ്. അതിന് 25 ounce ബഡ് ലൈറ്റിന് 63,000 സെയിൽസ് ഉണ്ട്. കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിയർ സൂട്ട് കേസ് ആണ്, ഇത് ബിയർ അല്ല. അപ്പൊ ഞാൻ ബിയർ എന്ന ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്തത്. അപ്പം ബിയർ ഈസ് ബിയർ എന്ന് കൊടുക്കാം. അപ്പം ബിയർ മാത്രം ലിസ്റ്റ് ചെയ്തു. അപ്പം ബഡ് ലൈറ്റ് ആണ് 25 ounce. ദിസ് കഴിഞ്ഞാൽ 34 ounce ബഡ് ഐസ് കഴിഞ്ഞാൽ ബഡ് ലൈറ്റ്. അത് കഴിഞ്ഞാൽ വേറൊരു ബ്രാൻഡാണ് വരുന്നത്. നോക്കാം ആൻസർ കറക്റ്റ് ആയിരുന്നു. ബഡ് ഐസ്, ബഡ് ലൈറ്റ് സെല്ലിംഗ് ബിയർ പ്രോഡക്ട്സ്. പിന്നെ PABST അത് സെയിൽസ് കൂടുതൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് ചിക്കൻ കഴിക്കണം. ഇങ്ങനെയുള്ള ഔട്ട്പുട്ട്സ് നമുക്ക് ജനറേറ്റ് കിട്ടും. ഒബ്സർവേഷൻസ് ഇതിന്റെ ആക്യുറസി എത്രത്തോളം വരിക എന്നുള്ളത് ഇനിയും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ജനറലി വി ക്യാൻ യൂസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് LLM ബാക്ക് എൻഡ്. ഇത് ഷെയർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നത്. ഇത് പെയ്ഡ് വേർഷൻസ് ഉണ്ട്. 5 പേര് യൂസ് ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ ഡേറ്റ ഷെയർ ചെയ്യണമെങ്കിൽ പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യേണ്ടി വരും. $10 to $15 ആണ് എൻ്റെ പേയ്മെന്റ്സ് വരുന്നത് എന്ന് തോന്നുന്നു. താങ്ക്സ് ഫോർ ഡേ. ഇതുപോലുള്ള പുതിയ പുതിയ ടൂൾസും ഇൻഫർമേഷൻസുമായി ഇനിയും കാണാം. താങ്ക് യു.